വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള അവകാശം ഗോത്രങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ആദിവാസി ഏകോപന സമിതി. വന്യമൃഗങ്ങൾ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ആദിവാസികളുടെ ഇക്കാര്യത്തിലുള്ള അറിവും പരമ്പരാഗത സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടയം നൽകാനുള്ള ഉത്തരവ് വനം റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിൽ അട്ടിമറിക്കപ്പെടുന്നതായി അവർ പറഞ്ഞു. ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് പട്ടയം നൽകാനുള്ള ഉത്തരവ് വനം റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആദിവാസി ഏകോപന സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. എല്ലാവിധ തടസ്സങ്ങളും നീക്കിയാണ് ഉത്തരവിറക്കിയത്. കേന്ദ്ര വന നിയമം ജണ്ടയ്ക്ക് വെളിയിലുള്ള മുഴുവൻ ഭൂമിക്കും പട്ടയം നൽകുന്നതിനുള്ള അവകാശത്തിന് തടസ്സമാകുന്നില്ലെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രി 2020 ആദിവാസികളടക്കം കുടിയേറ്റ കർഷകരടക്കം മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോയത്. ആ നടപടി അന്നിരുന്ന കളക്ടർ ദിനേശ് സാറ് ഈ ട്രൈബൽ ഏരിയയിലെല്ലാം കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് അപേക്ഷകൾ മുഴുവൻ ആളുകളുടെയും കുടിയേറ്റ കർഷകരുടെയും ആദിവാസികളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും അപേക്ഷകൾ സ്വീകരിച്ച് ഇപ്പോൾ തഹസിൽദാർ ഓഫീസിലിരിക്കുകയാണ്. അതായത് റവന്യൂ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 5 സ്ക്വാഡുകളായിട്ട് വന്ന് അതാത് ഗോത്രങ്ങളുടെ കോളനിയിൽ വന്നാണ് ഈ അപേക്ഷകൾ മുഴുവൻ സ്വീകരിച്ചത്. അങ്ങനെ 6 തവണ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. അവസാനത്തെ അപേക്ഷയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം 2020 വന്ന അപേക്ഷ മേടിച്ച് പട്ടയ നടപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ പട്ടയ നടപടികൾ കരം കെട്ടിയ ആളുകളുണ്ട്, അനവധി പട്ടയ നടപടികളുണ്ട്. ആ പട്ടയ നടപടികൾ നിലനിൽക്കെ അതിൻ്റെ പൂർണ്ണതയിലെത്താതെ ഇപ്പോൾ പുതിയതായിട്ട് 93 ചട്ടപ്രകാരം JV നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമതൊരു പട്ടയ നടപടികൾ സ്വീകരിക്കുക വില്ലേജുകളിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ 2020 മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ പട്ടയ നടപടികൾ തുടരുകയും അതിൻ്റെ നടപടികൾ പൂർണ്ണമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങളൊന്ന്. ഇത് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെടുകയും കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനുള്ള ഗോത്രവർഗ അവകാശം പുനഃസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആദിവാസികളുടെ പരമ്പരാഗത സംവിധാനങ്ങളും അറിവും ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. വേട്ടയാടപ്പെടുന്ന വന്യമൃഗത്തെ മണ്ണെണ്ണയൊഴിച്ച് നശിപ്പിക്കുന്നതിന് പകരം ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് ഊരുകൂട്ടങ്ങൾ വഴി ഭക്ഷണാവശ്യത്തിനായി വിതരണം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ശ്രീജിത്ത്, MK ശശി, മനോജ് TT, ഡിജു KR എന്നിവർ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.